ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ഉടമ്പടി എന്തുകൊണ്ടാണ് നിന്ന് പോയെന്ന് ഇപ്പം ചില ആൾക്കാർ പറയും, കൊച്ചെ ഉടമ്പടി എടുത്തതാണ്, ഇപ്പോൾ ഉടമ്പടി കാശ് രൂപം കാണാനില്ലെന്ന്. അപ്പോൾ ഓരോ വീടിൻ്റെ അവസ്ഥ കണ്ടില്ലേ? ഉടമ്പടി എടുത്ത്, അപ്പോൾ ഉടമ്പടി കാശ് രൂപം കാണാനില്ലെന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ അർത്ഥം എന്താ? ഉടമ്പടി നിങ്ങൾ ഉഴപ്പുമ്പോൾ തന്നെ ദൈവം കാശ് രൂപം എടുത്ത് മാറ്റും. പ്രമാണമല്ലേ അത്? ഈ കന്നുകാലി എടുത്ത് ഉടമ്പടി കാശ് രൂപം എന്നിട്ട് കാര്യമില്ലല്ലോ. ഇത് വയറ്റിപ്പഴപ്പിന് വേണ്ടി ഉടമ്പടി എടുത്ത് ദൈവത്തെ പറ്റിക്കാൻ വന്നിരിക്കുന്ന ജാതിയാണ്. അപ്പോൾ ദൈവത്തെ പറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും ദൈവം? അപ്പം തന്നെ കാശ് രൂപ എടുത്ത് മാറ്റും. അതാണ് ഇവർ പറയണത് കാശ് രൂപം കാണാനില്ലെന്ന്. കാണാനില്ല അല്ല, എടുത്ത് മാറ്റിയതാ. നിങ്ങളിനി അതും കൊണ്ട് ചോദിച്ചുണ്ടാകേണ്ട കാര്യമില്ലല്ലോ. അത് നിങ്ങൾ ദൈവമായിട്ട് എടുത്ത ഉടമ്പടിയുടെ പ്രമാണമാണ് ഈ ഉടമ്പടി കാശ് രൂപം എന്ന് പറയണത്. അതിന്മേൽ തൊട്ട് ആൾക്കാർ വിശ്വാസപ്രമാണം ചൊല്ലിയാണ് പിശാചിനെ വരെ ജയിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ജീവിക്കുന്ന 10,000 മനുഷ്യർ ഇവിടെ ഉണ്ട്. നീ ഇവിടെ വന്ന് എടുക്കേണ്ട ഒരു കാര്യമില്ല. നീ പണ്ട് മുതലേ ദൈവത്തിന് ബിസ്ക്കറ്റ് പോലെ തിന്നു തീർക്കണ ഒരു പിശാച. അതിൻ്റെ പേരിലാണ് നീ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്, വയറ്റിപ്പഴപ്പിന് വേണ്ടിയാ. അപ്പം ഈ ഒരു മൈൻഡ് സെറ്റ് ഉള്ളത് കാരണം ഉടമ്പടി ദൈവം അപ്പം തന്നെ ഇവിടെ ഉടമ്പടിയിലല്ല. ഉടമ്പടി കൺകറണ്ട് ഇല്ല ഇവക്ക്. ഇവിടെ വന്ന് എന്തൊക്കെ കാണിച്ചു പോയെന്നല്ലാതെ ഇവളുടെ ഉടമ്പടി ദൈവം അംഗീകരിച്ചിട്ടില്ല. മൊത്തം ആക്ഷേപമാണ് ആ ഉടമ്പടിക്ക്. ഉടമ്പടിയുടെ ആയിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ അനുസരിച്ച് കോമ്പറ്റൻസി ഉണ്ടാവും. ദൈവം ഞാനുമായിട്ട് ഉടമ്പടി ചെയ്യാൻ ഞാൻ യോഗ്യയാണോ എന്ന് ഒരു ആത്മാർത്ഥതയുള്ള ആൾക്കാർ സ്വന്തമായിട്ടെങ്കിലും ചിന്തിച്ച് നോക്കും. ആ ഒരു ബോധം പോലും ഇല്ലാത്ത കണ്ടാവർക്കുമാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. ഞാൻ എ പേഴ്സൺ കോമ്പറ്റന്റ് പേഴ്സൺ ടു ഡീൽ വിത്ത് ഇൻ കവനന്റ് വിത്ത് ഗോഡ്. അങ്ങനെ ഒരു ഡീല് കവനന്റുമായിട്ട് ദൈവത്തോട് ചെയ്യാൻ ഞാൻ യോഗ്യനാണെന്ന് ഒരു ബോധമുള്ളവൻ, ഒരു 10 പൈസക്ക് ബോധമുള്ളവൻ ചിന്തിക്കത്തില്ലേ? ഈ 10 പൈസയുടെ ബോധം പോലും ഇല്ലാത്ത വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവർ നമുക്ക് ഭീഷണിയാണ് ശരിക്കും പറഞ്ഞാൽ. കാര്യം എന്താണ്? ദൈവം ഈ ജന്മത്തിലല്ല അടുത്ത ജന്മത്തിലും അവരുടെ വീടിൻ്റെ വാതിൽക്കൽ കൂടി പോകത്തില്ല. ഈ പണ്ടാരം ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർ വിചാരിക്കും അവൾ ഉടമ്പടി എടുത്തല്ലേ, അവൾക്കൊരു ഗുണമുണ്ടായില്ലല്ലോ എന്ന് ചോദിക്കും. അവളുടെ എങ്ങനെ ഗുണമുണ്ടാവും? അവളെ ഗുണം പിടിപ്പിക്കത്തില്ലല്ലോ. അവൾ അതിന് ദൈവത്തിന് വേണ്ടിയല്ലോ ഉടമ്പടി എടുത്തിരിക്കണത്. ഈ ഒരു വിഷയമുള്ളത് കാരണം ഉടമ്പടി നിങ്ങൾ ശ്രദ്ധിക്കണം. കാര്യം ഉടമ്പടി ആക്ഷേപരഹിതമായിരിക്കണം. അത് ദൈവവും നമുക്കെതിരെ ആക്ഷേപം ഉണ്ടാക്കരുത്, മനുഷ്യരും നമുക്കെതിരെ ആക്ഷേപം ഉണ്ടാക്കരുത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയോട് ഞാൻ ചെയ്ത ഉടമ്പടി ജീവിതം ജീവിതം കൊണ്ട് സാക്ഷ്യമാകാൻ എന്നെ സഹായിക്കണമേ. എന്റെ ഉടമ്പടികള് മനുഷ്യന്റെ മുമ്പിലോ ദൈവത്തിന്റെ സന്നിധിയിലോ ആക്ഷേപരഹിതമാകാൻ എന്നെ സഹായിക്കണമേ. അപ്പൊ ഉടമ്പടി ആക്ഷേപരഹിതമായി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം നമുക്ക് ഒരു മനുഷ്യനെ ഇപ്പം കല്യാണം കഴിക്കാൻ വരുമ്പോഴൊക്കെ എന്ത് പറ്റി ചേച്ചി അവർ പെട്ടെന്ന് പിരിഞ്ഞല്ല എന്നൊക്കെ പറയുമ്പോൾ അവർ പറയും എൻ്റെ അച്ഛ ചക്കയാണോ ചോദിക്കുന്നതൊക്കെ. ഞങ്ങളുടെ വീട്ടിൽ വന്ന് സംസാരിച്ചു, ഞങ്ങളും സംസാരിച്ചു. പെട്ടെന്നായിരുന്നു കല്യാണം നടത്തേണ്ടത്, അവർക്ക് സമയമില്ല, ഇനി ലീവില്ല, ഞങ്ങൾ ചെയ്തു പോയതാണ്. ഇപ്പം അവന് അവിടെ പെണ്ണുണ്ട്, അവൾക്ക് അവിടെ ലൈനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പം പ്രശ്നം വന്നിരിക്കണത്. ഇതൊന്നും അന്വേഷിക്കാൻ നമുക്ക് നേരമില്ല. കാര്യം നമ്മുടെ കൈപ്പിടിയിൽ നിൽക്കുന്ന ആൾക്കാരല്ല ഇവർ, വേറെ രാജ്യത്ത് ജീവിക്കണാണ്. അത് കാരണം നമ്മൾ വീട്ടുകാരെന്ന് പറഞ്ഞ പാവ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെ കല്യാണം ഒപ്പിച്ച് കൊടുക്കുക എന്നുള്ളതല്ലാതെ 10 പേരെ വിളിക്കുക എന്നുള്ളതല്ലാതെ ഇനിയിപ്പോൾ നമ്മൾ വീട്ടുകാർ അതിനു വേണ്ടി തുനിഞ്ഞിറങ്ങിയില്ലെങ്കിലും അവരവരുടെ രീതിയിൽ പോയി ജീവിക്കും. ജീവിതം ആവശ്യത്തിനൊക്കെ എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും വന്നത് ഇവിടെ, അത് വേറെ വിഷയം. അതിപ്പോൾ ഇവരൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് പറയണില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉള്ളത് കാരണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഉടമ്പടിയോട് വിശ്വസ്തത കാണിക്കാൻ നമുക്ക് പറ്റാതെ വരും. കാര്യം എന്താ?
നമ്മുടെ ജീവിതത്തോട് തന്നെ നമുക്ക് വിശ്വസ്തതയില്ല. വിശ്വസ്തത ഒരു വിഷയം പോലുമല്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് അനുതാപം ഉണ്ടാകാനും താമസിക്കും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ കാലഘട്ടങ്ങളിലെ അനുതാപത്തിന്, ഒരു വ്യക്തിക്ക് അനുതാപം ഉണ്ടാകാൻ പഴയ കാലങ്ങളിലെ മെഷീനറിയോ ഇൻസ്ട്രുമെൻറ്റോ പറ്റത്തില്ല. കാരണം ഇൻഫിഡേലിറ്റി എന്നുള്ളത് ഈ തലമുറയുടെ ഇൻബിൽട്ടായിട്ടുള്ള സംഭവമാണ്. രാവിലെ ഒരു തവണ ലൈൻ അടിക്കും, ഉച്ചയ്ക്ക് വേറെ ഒരു ലൈൻ അടിക്കും, വേറെ മാറ്റും, അപ്പം നാളെ വേറെ ആദ്യം ലൈൻ അടിച്ചാൽ ആദ്യം തേക്കും. ഇങ്ങനെ വാക്കിലും പ്രവർത്തികളിലും ഒക്കെ മൊത്തം ഇൻഫിഡലിറ്റി അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായത് കാരണം ഇത്രയും അവിശ്വസ്തത ഒരു പ്രശ്നമല്ല. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ഓരോരോ ആൾക്കാരുമായിട്ട് ബന്ധം ചേർന്ന് ഇവർക്ക് ചെയ്യണേ എന്താണെന്ന് വെളിവില്ലാതെ വന്നിട്ടും അങ്ങനെയുള്ളൊരു ഉടമ്പടി എടുക്കുമ്പോഴും വിശ്വസ്തയുടെ പ്രശ്നങ്ങൾ വരും. അതെപ്പോഴും നമ്മളെ വളരെ ശ്രദ്ധിക്കണം. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, വിശ്വാസത്തെക്കാൾ ഉപരി വിശ്വസ്തതയാണ് ഉടമ്പടിയുടെ മുഖമുദ്രയെന്ന് മനസ്സിലാക്കി എന്റെ അനുതാപങ്ങളെ വിശ്വസ്തതയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അനുതാപം നൽകുന്നതിനായി എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, കൃപയേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന, പിതാവേ ആരാധന, ഹല്ലേലൂയ. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2024 മാർച്ച് മാസത്തിലാണ്. എൻ്റെ പേര് മെർലിൻ ജോണി. മൂവാറ്റുപുഴ മാർ ഗ്രിഗോറിയസ് ചർച്ചിൽ നിന്നാണ് വരുന്നത്. 2022 തൊട്ട് ഞാനൊരു നേഴ്സാണ്. 2022 തൊട്ട് വിദേശത്തോട്ട് പോകാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡ് ഞാനും ഒരുമിച്ചല്ല നിൽക്കുന്നത്, രണ്ടുപേരും രണ്ട് സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി ഞങ്ങൾ 2022 തൊട്ട് ട്രൈ ചെയ്യുക. 2023 ഓഗസ്റ്റൊക്കെ ആയപ്പോഴത്തേനും ഞാൻ എൻ്റെ ഉള്ള ജോലി നിർത്തി നാട്ടിലോട്ട് പോന്നു. അന്ന് എൻ്റെ ഒരു ആൻറ്റി എപ്പോഴും എന്നോട് പറയും, ഇങ്ങനെ ഉടമ്പടി എടുക്കുക, നീ കൃപാസനത്തിൽ പോ, നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടുമെന്ന് എപ്പോഴും പറയുമായിരുന്നു. പക്ഷെ ആദ്യമൊന്നും ഞാൻ അതങ്ങനെ മൈൻഡ് ചെയ്തില്ല. 2022 ഞാനൊരു ഏജൻസിയിൽ കൊടുത്തു. പ്രോസസ്സിംഗ് ഒക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. 2003 വന്നതിന് ശേഷം ഞാൻ എപ്പോഴും ഏജൻസിയിൽ ഇങ്ങനെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ പറയും ഇൻ്റർവ്യൂ വരും, ടൈം എടുക്കും, അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു.
2023 കഴിഞ്ഞു. 2024 ഒരു മാർഗ്ഗവും ഇല്ല, എനിക്ക് പോകാനായിട്ട് ഒരു മാർഗ്ഗവും ഇല്ല. ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ്, എന്താ നീ പോവാത്തേ, ജോലി എന്താ ചെയ്യാത്തേ, നാട്ടിൽ കയറിക്കൂടെ എന്നൊക്കെ ഇങ്ങനെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ച് ഞാനിങ്ങനെ കരയുക. അന്നേരത്തിന് ഏകദേശം ആദ്യത്തെ ഉടമ്പടി തീരാറായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ ഞാനിപ്പം നിൽക്കുന്ന ഏജൻസിയിൽ നിന്ന് എനിക്ക് ഒരു ഓഫറും വരുന്നില്ല, അപ്പോൾ എനിക്ക് വേറെ ഒരു ഏജൻസി അമ്മ കാണിച്ചു തരണം എന്നിങ്ങനെ പറഞ്ഞ് കരഞ്ഞ് കൊന്തയൊക്കെ ചൊല്ലി ഇങ്ങനെ കരഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് ഞാനിങ്ങനെ മൊബൈൽ ഫോൺ എടുത്ത് ചുമ്മാ ഒന്നിങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഏതോ ഒരു ഏജൻസി ഞാൻ കേട്ടിട്ട് പോലുമില്ല. ആ ഏജൻസി ഇങ്ങനെ കാനഡയ്ക്ക് ഇങ്ങനെ ഓഫറുണ്ട്, നേഴ്സുമാരുടെയാണ്, കെയർ ടേക്കറിൻ്റെ പോസ്റ്റിലോട്ടാണെന്നൊക്കെ പറഞ്ഞ് കണ്ടു. അപ്പം ഞാൻ അവരെ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും കുഴപ്പമില്ല, അവർ കാനഡയ്ക്ക് പോയ കുറേ ആൾക്കാരുടെ നമ്പർ തന്നു. ഞാൻ അവരെയൊക്കെ വിളിച്ച് സംസാരിച്ചു. അങ്ങനെ ഞാൻ പ്രോസസ്സ് ചെയ്യാം, അമ്മ കാണിച്ചു തന്നാണല്ലോ അപ്പോൾ ചെയ്യാമെന്നും പറഞ്ഞ് ഞാൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് കെയർ ടേക്കറിൻ്റെ ഇൻ്റർവ്യൂ, ഫസ്റ്റ് ഇൻ്റർവ്യൂ കിട്ടി, സെക്കൻഡ് ഇൻ്റർവ്യൂ കിട്ടി, തേർഡ് ഇൻ്റർവ്യൂ ആയപ്പോഴത്തേനും ഏജൻസി എന്ന് പറഞ്ഞു ആ പോസ്റ്റ് നിർത്തലാക്കി, അപ്പോൾ നീ ഒന്ന് വെയിറ്റ് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേനും ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, കെയർ ടേക്കറിനേക്കാളും നല്ലൊരു പോസ്റ്റാണ് LPN പോസ്റ്റ്, ലൈസൻസ് പ്രാക്ടിക്കൽ നേഴ്സാണ്, അതിലോട്ട് ഒരുപാട് വേക്കൻസി ഉണ്ട്, പക്ഷെ നീ ഒരു എക്സാം ഉണ്ട്, നഴ്സുമാരുടെ ഏറ്റവും വലിയ എക്സാമാണ് NCLEX-RN, അതുപോലെ തന്നെ പാടുള്ളൊരു എക്സാമാണ് LPNകാരുടെ CPNRE എന്ന് പറഞ്ഞൊരു എക്സാം, അത് നീ പാസ്സാവണം, എന്നാലേ ലൈസൻസ് കിട്ടുള്ളൂ, വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, എനിക്കൊരു കുഞ്ഞി കൊച്ചുണ്ട്, അപ്പോൾ പഠിക്കാനായിട്ട് അധികം സമയമൊന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞു, കുഴപ്പമില്ല, നീ ട്രൈ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു, കെയർ ടേക്കറിനേക്കാളും നല്ല സാലറി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രോസസ്സിങ് തുടങ്ങി. ഈ CPNRE എക്സാം എഴുതാനുള്ള ലൈസൻസിനുള്ള പ്രൊസീജിയർ, എലിജിബിലിറ്റി ഒക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 3 months എടുത്തു അത് കിട്ടാനായിട്ട്. അപ്പം ഞാൻ സെക്കൻഡ് ഉടമ്പടിയിലോട്ട് കയറിയായിരുന്നു. സെക്കൻഡ് ഉടമ്പടി ഇവിടെ വന്ന് പുതുക്കി. ഞാൻ അങ്ങനെ എക്സാമിന് ഡേറ്റ് എടുത്തു. അങ്ങനെ എക്സാമിന് വേണ്ടി പഠിച്ചു. എക്സാം ഓൺലൈൻ എക്സാം ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ ഉപ്പും കഴിച്ചു, പിന്നെ തൈലമൊക്കെ പൂശി എക്സാം അറ്റൻഡ് ചെയ്തു. എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് 4 hours എക്സാം വരുന്നത്, നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ അറ്റൻഡ് ചെയ്യാം. അപ്പം ഞാൻ എക്സാമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു, കുഴപ്പമില്ലായിരുന്നു, മാതാവ് രക്ഷിക്കും എന്ന് ഞാനിങ്ങനെ പറയുമായിരുന്നു. കോൺഫിഡൻസ് ആണ് എനിക്ക്, എന്നെ മാതാവ് രക്ഷിക്കുമെന്ന്. അത് കഴിഞ്ഞ് എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് കിട്ടിയില്ല. ഭയങ്കര വിഷമമായി, കാരണം അത്യാവശ്യം നല്ല എമൗണ്ട് വേണം ഈ എക്സാം അപ്പിയർ ചെയ്യാനായിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിങ്ങനെ ഒരു ദിവസം അച്ഛൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോഴത്തേനും ഞാനിങ്ങനെ കണ്ടു, നമ്മൾ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ദൈവത്തിൻ്റെ ബൈബിള് വായിക്കുക, കൊന്ത ചൊല്ലുക, അതുപോലെ തന്നെ വചനങ്ങൾ ബുക്കിൽ എഴുതുക, ഇതൊക്കെ ചെയ്യാൻ ഞാനിങ്ങനെ കണ്ടു. അപ്പം അന്ന് മുതൽ ഞാൻ തീക്ഷ്ണമായിട്ട് ഒന്നും ഞാൻ പഠിക്കാറില്ല, ബൈബിള് വായിക്കും, കുറേ വചനങ്ങൾ എഴുതും, സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന വചനങ്ങൾ എഴുതും. കൊന്ത ക്രിസ്ത്യൻ ആണെങ്കിൽ പോലും ഞാൻ അങ്ങനെ കൊന്ത എപ്പോഴും ഒന്നും ചെല്ലാറില്ല. കൊന്ത ഫ്രീക്വൻ്റായിട്ട് ചെല്ലാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എക്സാം എഴുതി. എക്സാമിൻ്റെ അന്നും ഞാൻ ഇതുപോലെ തന്നെ ഉപ്പ്, മാതാവിൻ്റെ എണ്ണ എല്ലാം ഞാൻ ഉപയോഗിച്ചായിരുന്നു. അങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം 4 hours എന്നുള്ള എക്സാം ഏകദേശം ഒരു 6 hours എടുത്തു. അപ്പം കുറേ നേരം നമ്മൾ പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആയിരിക്കും നമ്മുടെ റൂമിൻ്റെ അകത്ത്. അപ്പം ഫുഡും ഒന്നും കഴിക്കുന്നില്ല. ഒരു 3 hours ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഹെഡേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. നമ്മൾ കണ്ടിന്യൂസ് ഇരിക്കുവാണല്ലോ. പക്ഷേ എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തു. ഏകദേശം 10 days 14 days ഒക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ പാസ്സായി. മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് പാസ്സായത്. കാരണം നെറ്റ്വർക്ക് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ സാധാരണ അവർ എങ്ങനെയെങ്കിലുമൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് പോവുക ചെയ്യുന്നത്. പക്ഷേ എനിക്കൊരു കുഴപ്പവും സംഭവിച്ചില്ല. ഞാൻ എക്സാം പാസ്സായി. അത് കഴിഞ്ഞിട്ട് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം എൻ്റെ ഘട്ടത്തിലോട്ട് വന്നപ്പം February 18 ഞാൻ പോകുന്ന ന്യൂഫൗണ്ട്ലാൻഡ് എന്ന് പറഞ്ഞൊരു പ്രൊവിൻസിലോട്ടാണ്. അപ്പോൾ അവിടുത്തെ ഒരു സിസ്റ്റം മാറി. നേഴ്സുമാർക്ക് ഈ പോകുന്ന രീതിയിൽ EOA സിസ്റ്റം എന്ന് പറഞ്ഞൊരു സിസ്റ്റം വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്കൂടി നമുക്ക് ഇൻ്റർനാഷണൽ കാൻഡിഡേറ്റ്സിനെല്ലാം പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെയും ഡിലേ ആയി. ഏകദേശം ഒരു 4 monthോളം ഡിലേ ആയി പ്രോസസ്സിങ്.
പള്ളിയിൽ പോകാൻ പറ്റില്ല, ഒരു കല്യാണത്തിന് പോകാൻ പറ്റില്ല, എല്ലാവരും ഇങ്ങനെ ചോദ്യമാണ്, നീ എന്താ പോവാത്തത്, നിനക്ക് പോയിക്കൂടെ, ഇതെന്താ നിങ്ങൾ ലീഗലായ രീതിയിലല്ലേ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് നമ്മളെ മാനസികമായിട്ട് തകർക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെപ്പോലെ നേഴ്സുമാരല്ല, എല്ലാ പ്രൊഫഷനിലുള്ള ആൾക്കാർക്കും അറിയാം, നമ്മൾ ജോലി ഇല്ലാണ്ട് നാട്ടിലിരിക്കുമ്പോഴത്തേനും നമ്മുടെ നാട്ടുകാരായാലും വീട്ടുകാരായാലും ഒരുപാട് നമ്മളെ താത്തി സംസാരിക്കും. ഇപ്പം ഹസ്ബൻഡിൻ്റെ ജോലിയുണ്ട്, നമുക്ക് ജീവിക്കാൻ സാമ്പത്തികം ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എല്ലാവരും ഇങ്ങനെ നമ്മളെ താത്തി സംസാരിച്ച് ഏകദേശം ഒരു പാനിക് അറ്റാക്ക് വരുന്ന രീതിയിലോട്ടൊക്കെ പോയി തുടങ്ങി. രാത്രികളിലൊക്കെ ഉറക്കമില്ല, ചുമ്മാ ഇരുന്ന് കരയുക, അങ്ങനെ കുറേയേറെ പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ അന്നേരമൊക്കെ ഞാനിങ്ങനെ മാതാവിനോട് പറയും, അമ്മേ എന്നെ എന്നെ ഒന്ന് സഹായിക്കണം, എനിക്ക് എങ്ങനെയെങ്കിലും എനിക്കൊന്ന് പോവാൻ പറ്റണം എന്ന് ഞാൻ എപ്പോഴും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ജൂലൈ ആയി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പ്രൊവിൻസിൽ നിന്ന് ഇൻവിറ്റേഷൻ വന്നു കഴിഞ്ഞിട്ട് പിന്നെ പ്രോസസ്സിങ്ങൊക്കെ വെക്കുന്ന നടന്നു. മെഡിക്കലിൻ്റെ ടൈം ആയാലും ബയോമെട്രിക്സിൻ്റെ ടൈമിലായാലും ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അന്നേരമൊക്കെ ഞാനിങ്ങനെ അമ്മയോട് പറയും, അമ്മേ ഞാൻ ഇതിനൊക്കെ പോകുമ്പോഴത്തേനും അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഗ്രേ കളറിൽ ഡ്രസ്സിലാണല്ലോ, അതുപോലെ തന്നെ ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേനും അതുപോലെ തന്നെ എനിക്ക് അമ്മ അവിടെ ഉണ്ടായി എനിക്കെല്ലാം നല്ല രീതിയിൽ നടക്കണമെന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അതിൻ്റെ ഫലമായി എല്ലാ കാര്യങ്ങളും നടന്നു. അങ്ങനെ ഡിസംബർ 12 എനിക്ക് വർക്ക് പെർമിറ്റ് അപ്രൂവായി, എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്രൂവായി. അത് കഴിഞ്ഞതിന് ശേഷം ഫെബ്രുവരി 3 എൻ്റെയും കുഞ്ഞിൻ്റെയും പാസ്പോർട്ട് വിസ അടിച്ചു വന്നു. ഫെബ്രുവരി 17 എൻ്റെ ഹസ്ബൻഡിൻ്റെയും വിസ അടിച്ചു വന്നു. അങ്ങനെ ഈ മാർച്ച് 2 ഞങ്ങൾ കാനഡയ്ക്ക് പോവുകയാണ്. എനിക്കറിയാം കാനഡയിൽ ചെന്നാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് സങ്കടങ്ങളും ഉണ്ടാവുമെന്ന്. പക്ഷേ മാതാവ് എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ അതെല്ലാം തരണം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ പോകാനുള്ള ക്യാഷൊന്നും അങ്ങനെ റെഡി ആയിട്ടില്ലായിരുന്നു. എന്ന് ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ എനിക്ക് പോകാനുള്ള ഈ ക്യാഷും കാര്യങ്ങളും എല്ലാം റെഡി ആവണേ. ആദ്യമൊക്കെ ഏജൻസിക്കാർ പറയുമായിരുന്നു ഫാമിലി ആയിട്ട് പോകാൻ പറ്റില്ല, നീ തന്നെ പോകണമെന്ന്. അപ്പോൾ എനിക്കൊരു കുഞ്ഞു കൊച്ചാണ്, 3 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവനെ നാട്ടിലിട്ടിട്ട് പോവുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏതെങ്കിലും ഒന്നുകിൽ ഫാദർ അല്ലെങ്കിൽ മദർ കുഞ്ഞിൻ്റെ കൂടെ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ നിയോഗം വെച്ചപ്പോഴും അത് പറയാമായിരുന്നു, മാതാവേ പോവുകയാണെങ്കിൽ ഞങ്ങൾ 3 പേരും പോകണം, അല്ലെങ്കിൽ പോകണ്ട എന്നൊരു രീതി തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് 3 പേരും കൂടിയാണ് ഒരുമിച്ച് പോകുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ഹസ്ബൻഡ് ഷിപ്പിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ, അതുകൊണ്ട് കുഞ്ഞിന് വയ്യാത്തതുകൊണ്ടാണ് വരാത്തത്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ പേപ്പർ കൊടുക്കാൻ പോവും. അപ്പോൾ ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കുമായിരുന്നു, നിനക്ക് ഇത്ര പ്രായമല്ലേ ഉള്ളൂ, നിനക്ക് നാണമില്ലേ ഈ പേപ്പറൊക്കെ കൊടുക്കാനായിട്ട്, കുറച്ച് മോഡേണായിട്ട് ചിന്തിച്ചുകൂടെ എന്നൊക്കെ കുറേ പേര് എന്നോട് ചോദിക്കുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ അവർക്കിങ്ങനെ എൻ്റെ വിശ്വാസം ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ അവരൊക്കെ ചിരിച്ചിട്ട് പോകുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം മാതാവിനോട് പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ എനിക്ക് ഈ വിസ വരുവാണെങ്കിൽ എനിക്ക് ഉറപ്പാണ്, അതായത് അമ്മ എൻ്റെ കൂടെ ഉണ്ടായിട്ടല്ലേ എനിക്ക് വിസ വരുന്നത്. കാരണം 2023 തൊട്ട് എനിക്ക് കുറച്ച് ഗ്യാപ്പ് വന്നായിരുന്നു. അങ്ങനെ കുറേയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഒരുപാട് പേര് ട്രൈ ചെയ്തില്ല. അതിൻ്റെ അകത്തുനിന്ന് ഒരാളെ എന്നെ സെലക്ട് ചെയ്തല്ലോ. അത് എൻ്റെ കഴിവല്ല, മാതാവിൻ്റെ കഴിവ് തന്നെയാണ്. മാതാവിൻ്റെ ഗ്രേസ് കൊണ്ട് മാത്രമാണ് ഞാൻ അതായത് മാർച്ച് 2 ഞാൻ കാനഡയ്ക്ക് പോകുന്നത്. പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോഴത്തേനും ഇങ്ങനെ പാവപ്പെട്ടവരെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെന്ന് ചിലവരൊക്കെ നമ്മളോട് ചോദിക്കും മെഡിസിൻ വാങ്ങിച്ചു തരാമോ, ഫുഡ് വാങ്ങിച്ചു തരാമോ. അങ്ങനെയുള്ളവർക്ക് ഫുഡും കൊടുക്കും, എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ പൈസ കൊടുക്കും, അല്ലെങ്കിൽ മെഡിസിൻ വാങ്ങിച്ചു കൊടുക്കും. വീട്ടിൽ തന്നെ കുഞ്ഞ് അംഗൻവാടി പോകുന്നുണ്ട്, അവനെ നഴ്സറി വിട്ടതിന് ശേഷം ഞാൻ വീട്ടിൽ വന്ന് പൊതിച്ചോറ് കെട്ടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാനിങ്ങനെ ചോറ് കൊടുക്കാൻ പോയപ്പോഴത്തേനും ഒരു ആ ചേച്ചി ചോദിച്ചു, ഇത് എന്തിൻ്റെ നേർച്ചയാണ്? ഇപ്പം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ നേർച്ചയാണ് കൃപാസനാണോ എന്ന് അവർ ചോദിച്ചു. അപ്പം തന്നെ പുള്ളിക്കാർ ചോറ് എൻ്റെ കയ്യിലോട്ട് തിരിച്ച് ഒരു എറിഞ്ഞ് തന്നെ രീതിയിൽ തന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ചേച്ചി, മാതാവിൻ്റെ അല്ലേ, ഞങ്ങൾക്ക് ഈ ഫുഡ് വേണ്ട. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താണ് മാതാവിൻ്റെ ഫുഡ്, എന്താ പ്രശ്നം? ഞങ്ങൾക്ക് വിശ്വാസമില്ല, നിങ്ങളും വിശ്വസിക്കില്ല എന്നൊക്കെ പറയുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. പക്ഷേ ആ പുള്ളിക്കാരി അത് എഗ്രി ചെയ്യുന്നില്ല.
എന്നാലും എനിക്ക് ഉറപ്പുണ്ട് എന്നെങ്കിലും പുള്ളിക്കാരി ഈ കൃപാസന നടയിൽ വരും, പുള്ളിക്കാരി ഇതുപോലെ സാക്ഷ്യം പറയുന്നുണ്ടാകും. എന്തൊക്കെ പറഞ്ഞാലും ദൈവത്തിനും മാതാവിനും 1000 നന്ദി. പിന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കൂടുതലായിട്ട് ദൈവത്തിനോട് ചേർന്ന് ജീവിക്കാൻ തുടങ്ങി, മാതാവിനോട് ഉടമ്പടിയിൽ ചേർന്ന് ജീവിക്കാൻ തുടങ്ങി. പിന്നെ കുടുംബ പ്രാർത്ഥന അത് വളരെ കുറവായിരുന്നു. ക്രിസ്ത്യാനി ആണെങ്കിൽ പോലും കുടുംബ പ്രാർത്ഥന പകുതി സമയം മുടങ്ങി പോവായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡെയിലി കുടുംബ പ്രാർത്ഥന ചെയ്യും. അതുപോലെ തന്നെ കൊന്ത ഞാൻ ഒരിക്കലും മുടക്കാറില്ല. പിന്നെ ഡെയിലി വചനങ്ങൾ ബുക്കിൽ എഴുതും, ബൈബിള് വായിക്കും, സോഷ്യൽ മീഡിയ കാണുന്ന എല്ലാ വചനങ്ങളും വായിക്കുക, മാർക്ക് ചെയ്യുക. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ്സ്, പിന്നെ യൂട്യൂബിലെ ധ്യാനങ്ങൾ എല്ലാം എൻ്റെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യും, അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും. ഹിന്ദുക്കളായ ഒരുപാട് ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അച്ഛനെ പറ്റിയും കൃപാസനത്തിനെ പറ്റിയും. അവർ കുറേ പേര് ഇവിടെ വന്ന് ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുകയും ഉടമ്പടിയിൽ ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. മാതാവിനും ദേവകുമാരനും 1000 നന്ദി. ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ജിഷ, ഞാൻ പാലായിൽ നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് പരിശുദ്ധ അമ്മയുടെയും മാധ്യസ്ഥം വഴിയും തിരുക്കുമാരൻ വഴിയും ലഭിച്ച അനുഗ്രഹങ്ങൾ പങ്കുവയ്ക്കാനാണ്. ആദ്യമായി തന്നെ എനിക്ക് ലഭിച്ച അനുഗ്രഹം 2019 റൈറ്റ് കാൻഡിൽ പ്രയർ റിക്വസ്റ്റ് വഴിയായിരുന്നു. അന്ന് എനിക്ക് സൗദി കൗൺസിൽ പ്രോമെട്രിക് എക്സാം എഴുതേണ്ടതുണ്ടായിരുന്നു. അത് നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സാമാണ്. എനിക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു കിട്ടുമോ എന്ന്. പക്ഷേ അമ്മയുടെ മാധ്യസ്ഥം വഴി എനിക്ക് അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവാൻ പറ്റി. പിന്നീട് 2023 ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത്. ഞാൻ സൗദിയിൽ ജോലി ചെയ്തിരുന്നുകൊണ്ട് തന്നെ ഉടമ്പടി എടുത്താൽ അതിലെല്ലാ കാര്യങ്ങളും എനിക്ക് നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു. എങ്കിലും ഞാൻ എടുത്തു. അതിനുശേഷം ഞാൻ OET എക്സാം എഴുതി. OET എക്സാം 5ാമത്തെ തവണയാണ് എനിക്ക് കിട്ടിയത്. അതിന് മുന്നേയൊക്കെ എഴുതിയെങ്കിലും ചെറിയ മാർക്കിൻ്റെ വ്യത്യാസത്തിലൊക്കെ കിട്ടിയിരുന്നില്ല. പിന്നീട് ഞാൻ എക്സാമിന് പോയപ്പോൾ ഉടമ്പടി കാശുരൂപവും ഉപ്പവും ഒക്കെ ആയിട്ട് എക്സാമിന് പോയത്. അതിലും പല മോഡ്യൂളുകളും എനിക്ക് ഡിഫിക്കൽട്ടായിരുന്നു. നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അമ്മ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം എനിക്കതിൽ വിജയിക്കാൻ പറ്റി. അതിന് അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. പിന്നീട് ഞാൻ ഉടമ്പടി പുതുക്കിയത് 2024 അതിനുശേഷം എനിക്ക് UK പോകാനായിരുന്നു ആഗ്രഹം. പക്ഷേ ഇൻ്റർവ്യൂസ് ഒന്നും വന്നില്ല. അതുകൊണ്ട് അയർലൻഡിനുള്ള പേപ്പർ വർക്കുകൾ തുടങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കതിന് കിട്ടുമോ എന്ന് നല്ല സംശയമുണ്ടായിരുന്നു. കാരണം അയർലൻഡിന് ഒത്തിരി പേപ്പർ വർക്കുകളുണ്ട്, ഒത്തിരി സമയവും എടുക്കാറുണ്ട്. എങ്കിലും ഞാൻ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് എല്ലാ പേപ്പർ വർക്കുകളും തുടങ്ങി. അതെല്ലാം തന്നെ തടസ്സങ്ങളൊന്നും കൂടാതെ നടക്കുകയും പിന്നീട് അതിൽ എല്ലാം ഡിസിഷൻ ലെറ്റർ കിട്ടുകയും ഇൻ്റർവ്യൂ ഒക്കെ കിട്ടാൻ പാടായിരുന്നെങ്കിലും ഇൻ്റർവ്യൂ റെയറായിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. എനിക്കൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതിൽ പാസ്സാവുകയും എല്ലാ കടമ്പകളും കടന്ന് എനിക്ക് ഈ കഴിഞ്ഞ മെയ്യിൽ അയർലൻഡിലേക്ക് പോകുവാനും പറ്റി. പിന്നെ ഉടമ്പടി എടുത്തത് വഴി എനിക്ക് ഇതിന് മുന്നേയൊക്കെ ഞാൻ പ്രാർത്ഥനകളൊക്കെ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനകളും ഒക്കെ ഉണ്ടായിരുന്നു. പള്ളിയിൽ പോകാൻ പറ്റുമ്പോഴൊക്കെ പോകുമായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം കൂടുതൽ പ്രാർത്ഥനയ്ക്ക് സമയം ചെലവഴിക്കുവാനും പള്ളിയിൽ പോകുവാനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും ഒക്കെ കൂടുതലായിട്ട് പരിശ്രമിച്ചു. അതുപോലെ തന്നെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് കൂടുതൽ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും ഒക്കെയുള്ള കൃപ ലഭിച്ചു. പിന്നീട് അയർലൻഡിൽ വന്നതിന് ശേഷമുള്ള ഒരു കടമ്പ അവിടുത്തെ ആപ്റ്റിറ്റ്യൂഡ് എക്സാം ആയിരുന്നു. അത് നല്ല ബുദ്ധിമുട്ടാണ്. എനിക്ക് എൻ്റെ കഴിവ് കൊണ്ട് കിട്ടുകയില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അമ്മയെ കൂട്ടുപിടിച്ച് അമ്മയുടെ കൂടെ പോയി ഞാൻ എക്സാം എഴുതി. അമ്മ എനിക്ക് അതിൽ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എനിക്കതിൽ വിജയിക്കാൻ പറ്റി. അങ്ങനെ ഞാൻ ജോലിക്ക് കയറി. അത് കഴിഞ്ഞ് ഉടമ്പടി വസ്തുക്കൾ ഒക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുമായിരുന്നു. ഉപ്പും അതുപോലെയുള്ളതൊക്കെ അവർക്കൊക്കെ അതിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്.
പിന്നീട് ഉടമ്പടി തൈലം ഉപയോഗിച്ച് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാലിനൊരു മുട്ടുവേദന ഉണ്ടായിരുന്നു. ആയുർവേദ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തെങ്കിലും അത് കുറഞ്ഞില്ല. എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോൾ ഞങ്ങൾ ആ തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അതുവഴിയിൽ ഹസ്ബൻഡിൻ്റെ കാലിൻ്റെ മുട്ടുവേദന മാറിക്കിട്ടി. പിന്നീട് കാരുണ്യപ്രവൃത്തികളായിട്ട് എനിക്ക് സൗദിയിലായിരുന്നുകൊണ്ട് അങ്ങനെയൊന്നും ഓർഫനേജുകളിലോ അങ്ങനെയൊന്നും പോയി ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. സാമ്പത്തികമായിട്ട് രോഗികളായിട്ടുള്ളവർക്ക് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് അത്യാവശ്യമുള്ളവർക്കൊക്കെ സാമ്പത്തികമായി സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ കൃപാസനം പത്രം വിതരണം ചെയ്തിട്ടുണ്ട്. പിന്നീട് അച്ഛൻ്റെ ധ്യാനങ്ങൾ എല്ലാ ചൊവ്വാഴ്ചയും കൂടുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. എപ്പോഴും എല്ലാ പരിശുദ്ധ അമ്മ വഴി ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഇനിയുള്ള ജീവിതത്തിലും പരിശുദ്ധ അമ്മയോട് സഹായം പ്രിയപ്പെട്ട മകളായിട്ട് വളരുവാൻ ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളും ഹസ്ബൻഡും അമ്മയുടെ ഈശോയോടും ചേർന്ന് നിന്ന് ജീവിക്കുവാനായിട്ട് കൃപ ലഭിക്കുവാനായിട്ട് എല്ലാവരുടെയും മാധ്യസ്ഥം ഞാൻ അപേക്ഷിക്കുന്നു.